റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണൂരിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് റെയിൽവേ വകുപ്പ് തല അന്വേഷണം നടത്തും. പുതിയ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ നിൽക്കുന്നത് പരിഹരിക്കാനാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും മംഗലാപുരത്തുമാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ അറ്റകുറ്റപ്പണി നടത്താവുന്ന സാങ്കേതിക വിദഗ്ധർ ഉള്ളത്. ട്രെയിനിലെ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുണ്ടായതുൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അപ്രതീക്ഷിതമായി ട്രെയിൻ നിൽക്കാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ട്രെയിനിലെ ബാറ്ററിയിലുണ്ടായ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഏത് രീതിയിൽ പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കും. ബുധനാഴ്ച ട്രെയിൻ നിന്നപ്പോൾ മംഗലാപുരത്തുള്ള വന്ദേ ഭാരതിനായുള്ള വിദഗ്ധ ജീവനക്കാരുടെ സഹായത്തോടെയാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. തിരുവനന്തപുരത്തും മംഗലാപുരത്തുമാണ് വന്ദേ ഭാരതിന് അറ്റകുറ്റപ്പണി നടത്താവുന്ന സാങ്കേതിക വിദഗ്ധരുള്ളതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. ഇവർ ഫോണിലൂടെ തകരാർ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് ട്രെയിൻ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. പിന്നീട് എഞ്ചിൻ ഘടിപ്പിച്ച് തുടർയാത്ര ചെയ്തെങ്കിലും വേഗതയുണ്ടായിരുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. പിന്നീട് തിരുവനന്തപുരത്തെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ളതിനാൽ പ്രശ്നപരിഹാരത്തിനും തിരുവനന്തപുരം ഡിവിഷനാണ് മുൻകൈയെടുക്കുക. അന്വേഷണവും തിരുവനന്തപുരം ഡിവിഷന്റെ ഭാഗമാണെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു. ഷൊർണൂർ സ്റ്റേഷൻ വിട്ട ഉടൻ നിന്ന വന്ദേ ഭാരത് പിന്നീട് 3 മണിക്കൂറിന് ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. ഇത്രയും സമയം ട്രെയിനിലെ യാത്രക്കാരും വഴിയിൽ കുടുങ്ങിക്കിടന്നു. ഇത്തരം പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് അന്വേഷണം. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.